നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൽ നിന്ന് നെയ്മർ ജൂനിയർ പുറത്തായിരിക്കുന്നു. ഈ മാസത്തെ 2 അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരൊക്കെ വളരെ സന്തോഷിതരാണ്. നെയ്മർ ജൂനിയർ 2023 ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ട് ബ്രസീൽ ടീമിലേക്ക് ഇടം പിടിച്ചതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വീണ്ടും പരിക്ക് വില്ലനാവുന്നു. അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. 2 മത്സരങ്ങളാണ് ഈ മാസം ബ്രസീൽ കളിക്കുന്നത്. ആദ്യ മത്സരം മാർച്ച് 20-ന് കൊളംബിയക്കെതിരെയും രണ്ടാം മത്സരം മാർച്ച് 25-ന് അർജന്റീനയ്ക്കെതിരെയുമാണ്. ഇന്ത്യൻ സമയം പറയുമ്പോൾ മാർച്ച് 21-ന് പുലർച്ചെയാണ് കൊളംബിയക്കെതിരെയുള്ള കളി. അർജന്റീനയ്ക്കെതിരെയുള്ള കളി മാർച്ച് 26-ന് പുലർച്ചെയാണ്. അപ്പോൾ ഈ മത്സരങ്ങൾക്ക് നെയ്മർ ഉണ്ടാകും എന്നുള്ള ആവേശത്തിലും പ്രതീക്ഷയിലും ഒക്കെ ഇരുന്ന ആരാധകർക്ക് വലിയ നിരാശ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ CBF ഒഫീഷ്യലായിട്ട് അറിയിക്കുന്നത് നെയ്മർ ജൂനിയറെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. നെയ്മർ മാത്രമല്ല, ഇപ്പോൾ ഡാനിലോ പുറത്തായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഗോൾ കീപ്പർ എഡേഴ്സനും ടീമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. ഈ 3 പേർക്കും പകരക്കാരെയും പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു. ആ പരിക്ക് കാരണം അദ്ദേഹം സാന്റോസിൻ്റെ കൊമ്പനാറ്റോ പൗലിസ്റ്റ സെമി ഫൈനൽ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും അദ്ദേഹം റിക്കവർ ആവും, ബ്രസീൽ ടീമിനോടൊപ്പം ചേരും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. ഒടുവിൽ പക്ഷേ റിക്കവറി ഇതുവരെ പൂർണ്ണമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ താരത്തെ കളിപ്പിക്കുക എന്നത് റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഡാനിലോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഗ്രേഡ് 1 മസിൽ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റ് തൈയിലുള്ളത്. നെയ്മർ ജൂനിയർക്ക് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് തൈയിലാണ് പരിക്കുള്ളത്. അതുപോലെ തന്നെ എഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പിബിസ് പാർട്ടിലാണ് ഡിസ്കംഫേർട്ട് ഉള്ളത്. അപ്പോൾ ഈ 3 താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ലൂക്കാസ് പെറിയെ ടീമിലേക്ക് എടുത്തിരിക്കുന്നു. അദ്ദേഹം ലിയോണിൻ്റെ താരമാണ്. അലക്സാൻഡ്രോ, ഫ്ലെമിംഗോയുടെ താരമായ അലക്സാൻഡ്രോയെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നു. നെയ്മർക്ക് പകരം റയൽ മാഡ്രിഡിൻ്റെ എൻട്രിക്കിനെയാണ് സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഇപ്പോൾ അപ്ഡേറ്റഡ് സ്ക്വാഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഗോൾ കീപ്പേഴ്സായിട്ട് ലിവർപൂളിൻ്റെ ആലിസൺ, അൽ നസറിൻ്റെ ബെൻഡോ, ലിയോണിൻ്റെ ലൂക്കാസ് പെറി എന്നിവരുണ്ട്. ഡിഫൻഡർമാരായിട്ട് ഫ്ലെമിംഗോയുടെ അലക്സാൻഡ്രോ, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്, അത്ലറ്റിക്കോ MGയുടെ ഗുയർമെ അരാന, ഫ്ലെമിംഗോയുടെ ലിയോ ഓർട്ടീസ്, PSG-യുടെ മാർക്കിഞ്ഞോസ്, നോട്ടിംഗാം ഫോറസ്റ്റിൻ്റെ മുറിലോ, മൊണോക്കോയുടെ വാൻഡേഴ്സൺ, ഫ്ലെമിംഗോയുടെ വെസ്ലി. ഇനി മധ്യനിരയിലേക്ക് സ്ക്വാഡിൽ ഉള്ളത് വോളർഹാംപ്റ്റൻ്റെ ആൻഡ്രെ, ന്യൂകാസിലിൻ്റെ ബ്രൂണോ ഗുയ്മേറസ്, ഫ്ലെമിംഗോയുടെ ഗേഴ്സൺ, ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ജോയലിൻറ്റൺ, വോൾവർഹാംപ്റ്റൻ്റെ മാത്യൂസ് കുഞ്ഞ. മുന്നേറ്റ നിരയിൽ പാൽമറാസിൻ്റെ എസ്റ്റവായോ, ബ്രൈറ്റൻ്റെ ജാവോ പെഡ്രോ, ബാഴ്സലോണയുടെ റാഫിഞ്ഞ, റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ സാവിഞ്ഞോ, റയൽ മാഡ്രിഡിൻ്റെ വിനി ജൂനിയർ, റയൽ മാഡ്രിഡിൻ്റെ എൻട്രിക്ക്. ഏതായാലും ഈ സ്ക്വാഡ് മികച്ചത് തന്നെയാണ്. പക്ഷേ നെയ്മർ ജൂനിയറുടെ ആ മടങ്ങി വരവിന് വേണ്ടി വളരെ വളരെ ആവേശത്തോടു കൂടി കാത്തിരുന്ന ആരാധകർക്കാണ് ഇത് വലിയ നിരാശ സമ്മാനിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.